ഇതിൻ്റെ അകത്ത് ആ ഫ്രണ്ട് ഗ്രില്ലൊന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് തുരുമ്പും കാര്യങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ എഞ്ചിനാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ഏരിയയൊക്കെ പോയി കഴിയുമ്പോൾ ഇതേപോലെ പീസ് നമ്മൾ കളയും കേട്ടോ. അതേപോലെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. പ്രൈവറ്റ് ബസ് കൊണ്ട് തരുവാണെങ്കിൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും? നമ്മളൊരു ഡേറ്റ് പറയാൻ പറ്റില്ല. ചെയ്തെടുത്ത് ബോഡി കെട്ടി പെയിൻറ്റ് ചെയ്ത് റോഡിൽ വന്നപ്പോൾ 2,40,000 രൂപയാണ് അന്നായി. ആ ഫുൾ ടാങ്ക് അന്നൊക്കെ ഡീസലൊക്കെ അടിക്കണമെങ്കിൽ എത്ര രൂപ എന്ന് പറയുമ്പോൾ ഒരു വണ്ടിയുടെ ചിലവ് ഒരു ഡീസലൊക്കെ അടിച്ച് വരുമ്പോൾ 100-200 രൂപ ശമ്പളവും ഡീസലും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും ആണല്ലേ. സാധാരണ വണ്ടിയും ലോറിയും ബസ്സൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ അങ്ങനെ ചെറിയ ചെറിയ വണ്ടി ചെയ്തെങ്കിലും പ്രൈവറ്റ് ബസ് ഞാൻ ഫുള്ളായിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൈവറ്റ് ബസ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബസ്സുണ്ടോ, ഈ ഒരു ഏരിയയിൽ മൊത്തം പ്രൈവറ്റ് ബസ്സും ജസ്റ്റ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ബസ് പെയിൻറ്റ് ചെയ്ത് കിടപ്പുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്കിവിടെ ടൂറിസ്റ്റ് ബസ് കിടപ്പുണ്ട്, അതേപോലെ തന്നെ ഒരു സ്കൂൾ ബസ് കിടപ്പുണ്ട്. അതൊക്കെ ഇവിടുത്തെ എല്ലാം വർക്കുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള വണ്ടി ഇതാണ് കേട്ടോ. ഈ ഒരു ഓൾമോസ്റ്റ് ഈ ഒരു കുഞ്ഞു വണ്ടി പ്രൈവറ്റ് ബസ് ആക്കാം. ഇത് ഓൾമോസ്റ്റ് പെയിൻ്റൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബസ്സിൻ്റെ എടുക്കാം. ഈ ഒരു ബസ് ഒരു മണ്ണഞ്ചേരി റൂട്ട് ഓടുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ വേറൊരു ടൈപ്പ് വണ്ടി കിടപ്പുണ്ട്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ സൈഡിലൊക്കെ ലോറിയൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഒരു പ്രൈവറ്റ് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരി വലിയൊരു മണികണ്ഠൻ വർക്ക്ഷോപ്പാണ് കേട്ടോ. അത് ഇതേപോലെ ഒരു മറ്റേ KVM ഹോസ്പിറ്റലിൽ കിടന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗോഡവും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഇതിപ്പോൾ പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ്. ഇത് ചേട്ടാ പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണോ? ഇനിയിപ്പോൾ ഉടനെ പെയിൻറ്റിങ് തുടങ്ങുന്നുണ്ട്. പാച്ച് കഴിഞ്ഞു. അകത്തോട്ടും ജസ്റ്റ് ഒന്ന് കയറുകയാണ്. നമ്മുടെ സീറ്റൊക്കെ അഴിച്ച് കംപ്ലീറ്റ് അഴിച്ചുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം പ്രൈമറൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി ഇട്ടിരിക്കുന്നു. അതിൻ്റെ ഇത് പിന്നെ ഇതിൻ്റെ വർഷോപ്പിൻ്റെ ഇതിൻ്റെ അളവ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഇതാണ്. അത്യാവശ്യം പുട്ടിയൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടിരിക്കുകയാണ് വണ്ടി. നമുക്ക് പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. നമുക്ക് പുട്ടിയൊക്കെ ഇട്ട് കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. ഇനി അകത്തോട്ടും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അകത്ത് കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിൻ്റെ അകത്തോട്ടും ജസ്റ്റ് ഒന്ന് കയറാം. ടാറ്റയുടെ വണ്ടി കേട്ടോ. പഴയ ഒരു ടാറ്റയുടെ വണ്ടിയാണ്. ഇവിടെയൊക്കെ ജസ്റ്റ് പുട്ടിയൊക്കെ ഉണ്ട്. പുട്ടി ഇടുന്ന എപ്പോഴും കാണിക്കേണ്ട കാര്യമായിട്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പുട്ടിയൊന്നും ഇടാത്ത കാണിക്കാത്തത്. ജസ്റ്റ് ഇപ്പോൾ നമുക്കിൻ്റെ അകത്തോട്ട് നോക്കി കയറാം. ഇങ്ങോട്ട് വരുവാണെങ്കിലും കുറച്ച് ഇവിടെയൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സീറ്റൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ ബസ്സിൽ കയറിയ ഒരു ഫീലാണ് കേട്ടോ. പണ്ടൊക്കെ നമുക്കൊരു 10-25 വർഷം മുമ്പൊക്കെ നമ്മളൊക്കെ ബസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കൊരു സൈഡിൽ ഇവിടെ ഈ ഒരു സൈഡിലിരിക്കും. അന്ന് കാറൊക്കെ കുറവാണല്ലോ. സൈക്കിളിലായിരിക്കും കൂടുതൽ പോകുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ ഈ ഇവിടുത്തെ സീറ്റിൻ്റെ സോണിഫിക്കേഷനൊക്കെ കുറവാണ്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ജസ്റ്റ് കണ്ടോ ഇത്. ഇവിടെയൊക്കെ ചെറിയ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് നോക്കാം. ബാക്കിയുള്ളതൊക്കെ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ്ങാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ബാക്കി ഇങ്ങോട്ട് വരുവാണെങ്കിലും ഇവിടെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? അപ്പോൾ എൻ്റെ പേര് പ്രസാദ്. ചേട്ടാ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഈ വർക്ക്ഷോപ്പ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-11 കൊല്ലമായിട്ട്. അതിന് മുമ്പ് എന്തായിരുന്നു? അതിന് മുമ്പ് നേരത്തെ ബസ് സർവീസ് ആയിരുന്നു. ഓക്കെ. എന്തായിട്ടായിരുന്നു? സർവീസ് വണ്ടിയായിരുന്നു തുടങ്ങിക്കൊണ്ട് ഓടിച്ചോണ്ട് 84 വരെ സർവീസ് വണ്ടി. ഡ്രൈവർ ആയിരുന്നോ ചേട്ടാ? അല്ല, വണ്ടി എടുത്തു. ഓക്കെ. കഴിഞ്ഞിട്ടാണ് സർവീസ് വണ്ടി അതിനിടയ്ക്കാണ് വർക്ക്ഷോപ്പ് തുടങ്ങിയത്. ഇപ്പം നമ്മൾ വേറെ പുറത്തുനിന്ന് ഇപ്പം അന്ന് നമുക്ക് സ്വന്തമായിട്ടുള്ള വണ്ടിയായിരുന്നു കൂടുതലുണ്ടായിരുന്നു. പിന്നെ ബാക്കി ജോലിക്കാർക്ക് ആ പണിയാകത്തൊക്കെ പിന്നെ പുറത്തുനിന്നുള്ള വണ്ടികൾ കൂടി എടുത്ത് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 10-11 കൊല്ലമായിട്ട് ഇങ്ങനെ ഈ വർക്ക്ഷോപ്പായിട്ട് മെക്കാനിക്കൽ വർക്ക്, പാച്ച് വർക്ക്, പെയിൻറ്റിങ്
ഒരുവിധം. നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ഒരു പ്രൈവറ്റ് ബസ് കൊണ്ട് തരുവാണെങ്കിൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും? നമ്മളൊരു ഫിക്സഡ് ഡേറ്റ് പറയാൻ പറ്റില്ല, കാരണം പാച്ച് വർക്ക് പാച്ച് വർക്കിന് പലതരത്തിലാണ്. പാച്ച് വർക്ക് പെയിന്റിങ്ങിന്റെ മാത്രമല്ല പാച്ച് വർക്ക്. അപ്പോൾ അതിന്റെ വലിപ്പം വർക്കിന്റെ കൂടുതൽ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു വണ്ടി കയറ്റിയ ഒരു 7-8 ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കും. വർക്ക് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഡേറ്റ് വരും. നമുക്കൊരു പ്രൈവറ്റ് എത്ര രൂപ കോസ്റ്റ് വരും ഏകദേശം ഒരു നോർമൽ? സാധാരണഗതിയിൽ ഒരു പ്രൈവറ്റ് ബസ് ചെയ്യുകയാണെങ്കിൽ പാച്ച് വർക്കൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴെല്ലാം ചെറിയ വണ്ടികളാണ്, 10-20,000 രൂപയൊക്കെ. 20,000 രൂപ അതിൽ കുറയുകയും ചെയ്യും. പിന്നെ വർക്ക് കൂടുതലുണ്ട് അതനുസരിച്ച് കൂടി 10-20-21 രൂപയുടെ സാധാരണ ചെറിയ നോർമൽ പെയിന്റ് ചെയ്ത് പോകും, വൃത്തിയായിട്ട് ചെയ്ത് പോകും. പിന്നെ അത് ടൂറിസ്റ്റ് വണ്ടിയൊക്കെ ആണെങ്കിൽ അത് ഒരു നമ്മളിവിടെ ടൂറിസ്റ്റ് ബസ്സും ചെയ്യുന്നുണ്ടല്ലേ? ടൂറിസ്റ്റ് വണ്ടി ഉണ്ട്. ടൂറിസ്റ്റ് വണ്ടി ചെയ്യണത് ഏകദേശം സാധാരണഗതിയിൽ പെയിന്റിങ് ഫുൾ പെയിന്റിങ് ആയിട്ടൊക്കെ വരുമ്പോൾ 10-60-65 രൂപയൊക്കെ ചെലവ് വരും. അത് നമ്മളത് ചെറിയ രീതിയിൽ വർക്ക് കുറവാണെങ്കിൽ അത് 25-30 റേറ്റൊക്കെ കൊണ്ട് തീരും. ലേബർ കൂടുതൽ വരികയാണെങ്കിൽ പൈസ കൂടുതലാവും. പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽസ് കോസ്റ്റ് ഉണ്ടല്ലോ, വരുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ചൊക്കെ വളരെ കൂടുതലാണ്. സാധനത്തിനൊക്കെ വില കൂടുതൽ. മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഈ ചേട്ടൻ്റെ പഴയ കാലത്തെ ഒരു വണ്ടി പ്രൈവറ്റ് ബസ്സൊക്കെ സർവീസിന് അല്ല നമ്മൾ പെയിന്റ് ചെയ്യുന്നതിനൊക്കെ എത്ര രൂപയായിരുന്നു അന്നൊക്കെ? ചേട്ടൻ്റെ ഓർമ്മയിൽ അങ്ങനെ പറയാൻ പറ്റുമോ? പ്രൈവറ്റ് ബസ് ഞാൻ ഒരു ബസ് 85-ൽ പുതുതായിട്ട് എടുക്കുമ്പോൾ അന്നൊരു ബസ് ഇറങ്ങുമ്പോൾ 2.5 ലക്ഷം രൂപയ്ക്ക് മുഴുവൻ പണിയും ചെയ്തൊരു പുതിയ ബസ് ഇറങ്ങി. 2.5 ലക്ഷം രൂപ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനന്നൊരു ബസ് എടുത്തപ്പോൾ ചേച്ചെടുത്ത് ബോഡി കെട്ടി പെയിന്റ് ചെയ്ത് റോഡിൽ വന്നപ്പോൾ 2,40,000 രൂപ അന്നായുള്ളൂ. ആ സ്ഥാനത്ത് ഇപ്പോൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു ബസ് ഇറങ്ങി വരുമ്പോൾ ഏകദേശം 10-40 ലക്ഷം രൂപ വരെ. പിന്നെ പല രീതിയിലും ടൂറിസ്റ്റ് വണ്ടിയൊക്കെ അന്നൊക്കെ ഇറങ്ങുമ്പോൾ 10-15 ലക്ഷം രൂപ 18 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങും. അന്നൊരു ടൂറിസ്റ്റ് ബസ് റോഡിൽ ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങളെല്ലാം ചെയ്തു വരികയാണ് ഒരു 50-55 ലക്ഷം രൂപയൊക്കെ ആവും. അതാണ് അതിൻ്റെ വ്യത്യാസത്തിലുള്ള വ്യത്യാസം. അന്ന് ഉള്ള വില, സാധനങ്ങളുടെ വിലയും ഇന്നത്തെ വിലയായിട്ട് ഒരുപാട് വ്യത്യാസം. അന്നത്തെ ലേബർ അല്ല ഇന്നത്തെ ലേബർ. പിന്നെ ടാക്സ് ഒക്കെ എങ്ങനെയായിരുന്നു ആ ടൈമിൽ? ആദ്യകാലത്ത് എൻ്റെ ഓർമ്മയിൽ ഒരു ഇൻഷുറൻസ് പ്രൈവറ്റ് ബസ്സിന് ആദ്യം ഞാൻ തുടങ്ങുമ്പോൾ 85 തുടങ്ങുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ടാക്സ് 5,742 രൂപയായിരുന്നു. 1 ഇയർ, ഒരു വർഷത്തേക്ക്? 3 മാസത്തേക്ക്. 3 മാസത്തേക്ക് 5,742 എൻ്റെ ഓർമ്മ. പക്ഷേ ഇപ്പോൾ ആ സ്ഥാനത്ത് അത് 30,000 രൂപ ഒക്കെയാണ് എൻ്റെ. അപ്പോൾ അത്രയും വ്യത്യാസം. അന്ന് ടൂറിസ്റ്റ് വണ്ടിക്ക് ചെറിയ വ്യത്യാസമുള്ളായിരുന്നു സർവീസ് വണ്ടി. ഇന്ന് ആ സ്ഥാനത്ത് 50,000 രൂപയാണ് ഒരു ടൂറിസ്റ്റ് വണ്ടിക്ക് 30-90 ദിവസം. ചേട്ടൻ അന്ന് ടൂറിസ്റ്റ് ബസ്സിന്റെ കാര്യം നമ്മുടെ സാധാരണ ലോക്കൽ പ്രൈവറ്റ് ബസ്സിന്റെ ഡിഫറൻസാണ് ഞാൻ പറഞ്ഞത്. വ്യത്യാസമാണ് പറഞ്ഞത്. അന്ന് ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ ചെറിയ വ്യത്യാസം ടൂറിസ്റ്റ് വണ്ടി സർവീസ് വണ്ടിയായിട്ടുണ്ടായിരുന്നു. വണ്ടിയുള്ളല്ലേ? ടൂറിസ്റ്റ് വണ്ടിക്ക് ഇങ്ങനെ കൂടി ഇപ്പോൾ ഇത്രയായി. സർവീസ് വണ്ടിക്ക് അന്ന് ഈ 5,742 പറഞ്ഞ സ്ഥാനത്താണ് 30,000 രൂപ. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ അതുകൊണ്ടാണ് ഈ ചെറു വണ്ടികൾ ഇത്രയും വരുന്നത്. ചെറിയ വണ്ടികൾ ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10-22 സീറ്റുള്ള വണ്ടികൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് തന്നെയാണ്. 10-22 സീറ്റുള്ള. അപ്പോൾ ടാക്സിൻ്റെ വർധനവ് കൊണ്ടാണ് വണ്ടികൾ സീറ്റ് കുറഞ്ഞത് എടുക്കാൻ നിർബന്ധിതരായിട്ട് ആളുകൾ അങ്ങനെ മാറും. വലിയ ബസ്സുകളില്ലല്ലോ. ഇപ്പോൾ 48 സീറ്റുള്ള ബസ് ഓടുന്ന സ്ഥാനത്ത് ഇന്ന് 25 സീറ്റ്, 28 സീറ്റ്, 30 സീറ്റ് വണ്ടികളൊക്കെയാണ് ഓടുന്നത്. അപ്പോൾ ടാക്സിൻ്റെതാണ് അത് കുറക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ചെറിയ വണ്ടിയാക്കുന്നത്. കാരണം രാവിലെയും വൈകുന്നേരം വീക്കുകളിൽ മാത്രമേ യാത്രക്കാരുണ്ടാവും. ആ സമയത്തിന് വേണ്ടി വലിയ ടാക്സി പിടിക്കാന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള. അതുകൊണ്ടാണ് ഈ ആളുകൾ ഈ ചെറിയ വണ്ടികളൊക്കെ എടുക്കുന്നത്. പണ്ടൊക്കെ ഈ ചേട്ടൻ തുടങ്ങുന്ന സമയത്ത് മിനിമം ചാർജ് ഒക്കെ എത്ര രൂപയായിരുന്നു ഒരു പ്രൈവറ്റ് ബസ്സിൽ? ഞാനന്ന് എൻ്റെ ഓർമ്മയിൽ അന്ന് പിന്നെ ഒരു ബസ്സിലെ ഡ്രൈവർക്ക് 30 രൂപയാണ് ഡ്രൈവർക്ക് ശമ്പളം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു കസ്റ്റമർക്ക് ഡ്രൈവറിന് ഒരു ദിവസം അല്ലേ? ഒരു ദിവസത്തേക്ക് 30 രൂപ കൊടുക്കുമ്പോൾ അതിൽ ചോറേ നിൽക്കുന്നവരും മറ്റുള്ളവർക്കൊക്കെ 20 രൂപ 18 രൂപ ആ റേഞ്ചിലുള്ള ശമ്പളവും. അന്നൊരു ബസ്സിന് ഒരു 1000 രൂപയെന്ന് കളക്ഷൻ ഉണ്ടായതല്ലേ? അന്ന് ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ 30 പൈസ, 20 പൈസ, പിള്ളേർക്കൊക്കെ 10 പൈസ അങ്ങനെയുള്ള ചാർജുണ്ട്. ചാർജൊക്കെ അന്ന് വളരെ കുറവല്ല. എന്ന് വെച്ചാൽ ആ ചാർജ് മതി. അന്ന് 1000 രൂപ ഉണ്ടെങ്കിലും പിന്നെ ഡീസലിന് ഈ വിലയില്ല. ഫുൾ ടാങ്ക് അന്നൊക്കെ ഡീസലൊക്കെ അടിക്കണമെങ്കിൽ എത്ര രൂപ എന്ന് പറയുമ്പോൾ ഒരു വണ്ടിയുടെ ചിലവ് ഒരു ഡീസലൊക്കെ അടിച്ച് വരുമ്പോൾ 10-200 രൂപ ശമ്പളവും ഡീസലും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും ആണല്ലേ 85 രൂപ കൊടുത്ത 5 ലിറ്റർ ഓയിൽ കിട്ടും. 85 രൂപയോ ഒരു അത് ആ 85 ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ പാട്ട ടൈപ്പ് അതിന് 5 ലിറ്ററാണ്. അതിന് 85 രൂപ കൊടുത്താൽ
സാധാരണ 1 ലിറ്റർ കിട്ടിയല്ല, 1 ലിറ്ററിന് 220 വിലയാണ്. അപ്പൊ അത്രയും വ്യത്യാസം അന്നും ഇന്നും തമ്മിലുള്ള. അപ്പൊ നമ്മള് ഡീസലിന് എത്ര ഉണ്ടായിരുന്നു? ഡീസലിന് അന്ന് 100 രൂപ പോലും ഇല്ല. 100 രൂപ എന്ന് പറഞ്ഞാൽ ഫുൾ ടാങ്ക് 100 ലിറ്റർ അടിക്കുമ്പോൾ 100 രൂപ ആകത്തില്ല. 85 രൂപ 90 രൂപയൊക്കെ അടിക്കുമ്പോൾ ഒരു ദിവസത്തെ ഡീസലാണ്. 10 രൂപ ശമ്പളവും 10-20 രൂപ. ഇന്ന് സർവീസിന് 10, 600, 700, 1000 രൂപ ടോപ്പ് കളക്ഷൻ കിട്ടുന്നവരൊക്കെ ഉണ്ട്. 1000 രൂപ 10, 600, 700 രൂപയൊക്കെയാണ് സാധാരണ വണ്ടിയുടെ കളക്ഷൻ. അത് 600, 700 ഒക്കെ ഉണ്ടായാലും അന്ന് സമാധാനമുണ്ട്. ഇത്രയും ഇന്ന് അതിലെ കൂടുതൽ ചെലവുമായി. അല്ല, എന്ന് വെച്ചാൽ അന്നൊക്കെ ബസ്സിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു കൂടുതലും. അന്ന് വണ്ടി ഇന്ന് ഇഷ്ടമുള്ള വണ്ടിയും കാറും ബൈക്കും ഒക്കെ ആയില്ല. ഇപ്പം ആളുകളുടെ ഇടയിൽ എല്ലാം അന്ന് വണ്ടി ബസ്സാണ് ആളുകൾ യാത്ര ചെയ്തോണ്ടിരുന്നത്. അതല്ല, ബസ് അങ്ങനെ ഉപയോഗിക്കാം. ബസ്സിൽ യാത്രക്കാർ കുറയാൻ കാര്യം എല്ലാവരും സ്ഥിരമായി ഉപയോഗം ഉള്ളവർ, യാത്ര ചെയ്യാൻ ആവശ്യമുള്ളവർക്കെല്ലാം. നമ്മുടെ മറ്റേ അനിയൻ ബസ് ഓടിക്കൊണ്ടിരുന്ന എന്തോരം ബസ് ഉണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ. ആ റൂട്ടിൽ തന്നെ എന്തോരം ബസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അല്ലേ? ചേട്ടൻ അതിലെ കൂടി പോയിട്ടുള്ളതല്ലേ? പിന്നെ നമ്മളവിടെ ഓടിയിട്ടുള്ള ബസ്സിനെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്തിരുന്ന ആളുകൾ. അവസാനത്തിലെ മനുഷ്യന്മാർ വാഹനങ്ങൾ അവരവരുടെ വ്യക്തികൾക്കുണ്ട്. ഇതിൽ വ്യവസായത്തിൻ്റെ സ്ഥിതി മോശമായത് അങ്ങനെ ഒന്നാണ്. 2-3 കൊല്ലമായിട്ട് വീണ്ടും താഴെ കൊറോണ കഴിയുമ്പോൾ കൊറോണ വന്നപ്പോൾ യാത്രക്കാർ കുറഞ്ഞ് ചെലവ് കൂടി. ഈ പിന്നെ യാത്രക്കാർക്കൊക്കെ ആവശ്യം കൊണ്ട് യാത്ര ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ബസ് വേണ്ട, അവർക്കൊക്കെ സ്വകാര്യ വണ്ടി, കാറ്, സ്കൂട്ടർ അങ്ങനെയൊക്കെ. പിന്നെ ഒരുവിധം കൂടുതൽ ജീവനക്കാരുള്ള സ്ഥലങ്ങളിൽ കമ്പനിക്കാർ വണ്ടി എല്ലാവരും വന്നപ്പോഴത്തേക്ക് വ്യവസായം വീണ്ടും ബുദ്ധിമുട്ടില്ല. അത് കഴിയുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഓടാൻ തുടങ്ങപ്പെട്ടു. നമ്മളിവിടെ പണിതുകൊണ്ടിരുന്ന വണ്ടികൾ പലതും നിന്നിട്ടുണ്ട്. പിന്നെ ചേട്ടന് ഇവിടെ എത്ര സ്റ്റാഫുണ്ട് മൊത്തത്തിൽ ചേട്ടന് വർക്ക് ചെയ്യാനായിട്ട്? സ്റ്റാഫ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ ജീവനക്കാരൊന്നും ഉള്ളപ്പോഴാണ് വിളിക്കുന്നത് അല്ലേ? ഉള്ളപ്പോൾ വരും, ഇവനും പോകും. പിന്നെ സ്ഥിരമായിട്ട് ആരും നിൽക്കാറില്ല. കാരണം ഈ വർക്കേഴ്സ് അങ്ങനെ കാരണം അവർ ഇവരെ കുറേ വർക്ക് എടുക്കുമ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യുന്ന അടുത്ത വർക്ക് പോകും. നമ്മൾ പിന്നെ അടുത്ത ആളെ വിളിച്ച് നിർത്തി അങ്ങനെയൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. നടത്തിപ്പിന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഇതിനുമുണ്ട്. എന്നാലും മറ്റുള്ളത് പോലെ അല്ല. ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഈ വണ്ടി തന്നെ ചെയ്തു കൊടുക്കും. അതെ, അത് നമ്മൾ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ടു കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മുടെ പ്രൈവറ്റ് ബസ്സിന്റെ എഞ്ചിൻ വർക്കൊക്കെ എങ്ങനെ, എത്ര രൂപ കോസ്റ്റും കാര്യങ്ങളും? മുമ്പൊക്കെ ഉള്ള പോലെ അല്ല, ഇപ്പം ചിലവ് കൂടുതലാണ്. 10,000-15,000 രൂപയ്ക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് 10,000-60,000 70,000. ഇപ്പം എഞ്ചിൻ ഇറക്കി വെച്ച് ഒന്ന് ചെയ്യണമെങ്കിൽ അത്രയും രൂപയൊക്കെ വരും. അത് അതിലും മാറുന്ന പാർട്സിൻ്റെ ഇതനുസരിച്ചിരിക്കും. ലേബറുമൊക്കെ കൂടുതൽ. ഇതാണ് കാര്യം. ഒരു ലൈലറ്റ് എഞ്ചിനൊക്കെ പണിത് വരികയാണെങ്കിൽ ഇപ്പം മുമ്പ് ആളുകൾ പണിത് വരുന്ന സ്ഥാനത്ത് 10,000-20,000 രൂപയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. സാധാരണ ഇപ്പം ചെയ്യണത് വരുമ്പോഴാവും. അതെ, സാധനത്തിൻ്റെ വിലയാണ്. അപ്പോൾ ഓക്കെ ഏട്ടാ, താങ്ക് യു. ഇത്രയും പ്രൈവറ്റ് ബസ്സിൻ്റെ എഞ്ചിനാണെന്ന് തോന്നുന്നുണ്ട് ഈ ആഴ്ച വെച്ചിരിക്കുന്ന. പ്രൈവറ്റ് ബസ്സിൻ്റെ എഞ്ചിനാണെന്ന് തോന്നുന്നത്. നോക്കാം. അതെ, പ്രൈവറ്റ് ബസ്സിൻ്റെ എഞ്ചിനാണ്. ബസ്സിൻ്റെ അടിയിൽ കൂടി നോക്കുവാണെങ്കിൽ ഉണ്ടോ നമ്മളെ എഞ്ചിനൊക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ എഞ്ചിൻ നേരിട്ട് കാണാൻ പറ്റിയ അവസരമാണ്. ഇത്രയും പ്രൈവറ്റ് എഞ്ചിൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ടാറ്റയുടെ ഒരു ലോഗോ. ഈ ബസ്സിൻ്റെ പല പീസ് ഫ്രണ്ട് ഏരിയ കണ്ടോ? ഈ ഒരു ഏരിയയൊക്കെ പോയി കഴിയുമ്പോൾ ഇതേപോലെ പീസ് നമ്മൾ കളയും കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന പഴയ തടികളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം പോയിട്ട് കിടക്കും. അതേപോലെ സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതാണ്. പഴയ സീറ്റല്ല, പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അഴിച്ചിട്ട് നമ്മൾ ഇടുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു വണ്ടിയുണ്ട്. അതേപോലെ നമ്മൾ ഈ വണ്ടിയാണ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ അടുത്തോട്ടൊന്ന് പോകാം. അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാവേ. ഒരു കുഞ്ഞൻ സീറ്റാണ്, കുഞ്ഞൻ വണ്ടിയാണ്. ഇതിൻ്റെ അകത്തോട്ടൊന്ന് ജസ്റ്റ് കയറ്റി നോക്കാം. പെയിൻറ്റിങ്ങൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കയറുവാണെങ്കിൽ ഇതുണ്ടോ, പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സാധാരണ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറുന്നൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞൻ വണ്ടിയാണ്. നമുക്ക് ചെയ്യാനുള്ള പ്രൈവറ്റ് ബസ് ഇതാണ് കേട്ടോ. കുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകെ നിന്ന് പെയിൻറ്റ് ചെയ്യുന്നത് നോക്കാം.
പാച്ച് വർക്കും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം തന്നെ. ഇത് മണികണ്ഠൻ തന്നെയാണ്. ഈ ഒരു കണ്ട ഒരു ഫോഴ്സിൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇതെന്തിനുണ്ടോ ചേട്ടാ ഈ ഫോഴ്സ്? പുതിയ വണ്ടിയല്ലായിരുന്നോ? മറിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇത്? ഓക്കെ ഓക്കെ. അല്ല പുതിയ മൂന്നാർ മറിഞ്ഞ വണ്ടിയാണ്. ഒരു ഒറ്റ ഈ സൈഡ് മൊത്തം പോയല്ലേ? കമ്പനി കൊണ്ടുപോയില്ല, ഇങ്ങോട്ടാണോ കൊണ്ടുവന്നത്? ചേട്ടന് 2.5 രൂപയ്ക്ക് ചേട്ടൻ ഇത് ചെയ്യാന്ന് പറഞ്ഞല്ലേ? അപ്പോൾ ചെയ്ത് തുടങ്ങിയത് പകുതി പൊളിച്ചിട്ടിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുകൂടി ആ ഇതിൽ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു ഒമ്മിനി കിടപ്പുണ്ട്. മെഷീൻസ് നല്ല കൂടിയ സാധനങ്ങളൊക്കെ തന്നെ. പുതിയ മിക്സ് വെൽഡിങ് സിസ്റ്റൊക്കെ ഉണ്ട്. സ്പോട്ടറൊക്കെ കാര്യങ്ങളും ചളുക്കൊക്കെ വലിക്കുന്ന സംഭവങ്ങൾ എല്ലാ എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒമിനിയോ ചേസ് എല്ലാം പോയിട്ട് മാറാൻ വന്ന കേട്ടോ. ചേസ് മാറിയിട്ട് ഇട്ടോണ്ടിരിക്കും. ഇത് പഴയ ഒമിനിയാ അല്ലേ? 30 വർഷം പഴക്കമുള്ളതാണ്. എയ്സിൻ്റെ അല്ലല്ലോ ഇതന്നെ പറയണേ ഈ വണ്ടിക്ക്? ഹൈറിസ് വെള്ളിമൂങ്ങ എന്നൊക്കെ പറയാം. വെള്ളിമൂങ്ങ ടൈപ്പ് വണ്ടിയൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ഇതൊക്കെ വർക്ക് കഴിഞ്ഞാണ്. പിന്നെ നമുക്ക് സ്കൂൾ ബസ്, ടൂറിസ്റ്റ് ബസ്സൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ഇങ്ങോട്ടോ അകത്തോട്ടൊന്ന് ജസ്റ്റ് നോക്ക്. അതേപോലെ നമ്മുടെ ഇവിടെ ലോറിയൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലോറിയും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട് കേട്ടോ. പെയിൻറ്റ് ചെയ്യാൻ കിടക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അതേപോലെ നമുക്ക് ഇവിടെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഗോഡൗൺ തന്നെയാണ് കേട്ടോ ഇവിടെ.